ബഹുമാന്യരെ, നമസ്കാരം. കാഞ്ഞങ്ങാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കലാസാംസ്കാരിക സംഘടനയാണ് ആർട്ട് ഫോറം കാഞ്ഞങ്ങാട് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 15 വർഷക്കാലത്തെ അടുക്കും ചിട്ടയുമുള്ള പ്രവർത്തനത്താൽ കാഞ്ഞങ്ങാട് മാത്രമല്ല കാസർഗോഡ് ജില്ലയിലാകമാനം വേരോട്ടമുള്ള ഒരു കലാസാംസ്കാരിക പ്രസ്ഥാനമായി മാറാൻ ആർട്ട് ഫോറത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇത് സാധിച്ചത് ഏത് പ്രതിസന്ധി ഘട്ടത്തിൽ ഉറച്ച പിന്തുണയും കൂടെ നിൽക്കുന്ന ഞങ്ങളുടെ മെമ്പർമാർ നൽകുന്ന കൊണ്ട് മാത്രമാണ്. പ്രവർത്തന പാന്താവിൽ എന്തെങ്കിലും വീഴ്ചകൾ പറ്റുമ്പോൾ പരിപാടികൾ ആസൂത്രണം എന്തെങ്കിലും പാളിച്ചകൾ പറ്റുന്നുണ്ട് ഞങ്ങളെ നേരിട്ട് വിളിച്ച് കൃത്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ ഈ മെമ്പർമാർ തന്നെയാണ് ആർട്ട് ഫോറത്തിന്റെ താങ്ങും അവരില്ലെങ്കിൽ ആർട്ട് ഫോറമില്ല. മറ്റൊരു കാര്യം കൂടി പറയാം. ജാതിമത ചിന്തകൾക്ക് അതീതമായി മുഴുവൻ സുമനസ്സുകളുടെയും കൂട്ടായ്മയായി മാറിയ ആർട്ട് ഫോറം കാഞ്ഞങ്ങാട്ടുകാരുടെ അഹങ്കാരം കൂടിയാണ്. കൂടുതൽ നീട്ടുന്നില്ല. നേരിട്ട് കാര്യത്തിലേക്ക് വരാം. നമ്മൾ ഇന്നുവരെയും പരിപാടികളൊക്കെ അവതരിപ്പിച്ചിരുന്നത് സ്റ്റേജുകളിലാണ്. പക്ഷെ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ നമുക്കതിനെ സാധിക്കുകയില്ല. അതുകൊണ്ട് കലാപരിപാടികൾ അവതരിപ്പിക്കാൻ നവമാധ്യമ സാധ്യതകൾ തേടുകയാണ്. അതിന്റെ ഭാഗമായി ആദ്യ ചുവടെന്ന നിലയിൽ ആർട്ട് ഫോറം കാഞ്ഞങ്ങാട് യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണ്. അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത്. ആ പുണ്യകർമ്മം നിർവഹിക്കുന്നത് ലോകത്തെ അറിയുന്ന സുപ്രസിദ്ധ മാധ്യമ പ്രവർത്തകൻ ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണനാണ്. അദ്ദേഹത്തെ നിങ്ങൾക്കെല്ലാവർക്കും ആദരവോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ സംസാരത്തിന് ശേഷം നിരവധി പ്രമുഖ വ്യക്തികൾ ആർട്ട് ഫോറം സന്ദേശങ്ങൾ അയച്ചു തന്നിട്ടുണ്ട്. അവരുടെ സന്ദേശം ഒന്നിനു പിറകെ ഒന്നായി നിങ്ങൾക്ക് ഈ ചാനലിലൂടെ കാണാൻ പറ്റും. നിങ്ങളെല്ലാവരും ചാനൽ കാണണം. എല്ലാവരും കണ്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക കൂടി എന്നും അഭ്യർത്ഥിച്ചു ഞാൻ എൻ്റെ ഈ വാക്കുകൾ നിർത്തട്ടെ. നമസ്കാരം. നമസ്കാരം. ആർട്ട് ഫോറം കാഞ്ഞങ്ങാടിന്റെ പ്രവർത്തകരെ, അംഗങ്ങളെ, കഴിഞ്ഞ 15 വർഷമായി കാഞ്ഞങ്ങാടിന്റെ മണ്ണിൽ സജീവമായ തലത്തിൽ കലാപ്രവർത്തനം, സാംസ്കാരിക പ്രവർത്തനം, പ്രത്യേകിച്ചും നാടകത്തിന്റെയും മറ്റ് ദൃശ്യകലകളുടെയും ഒക്കെ തലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സംഘടനയുടെ അഭ്യുദയകാംക്ഷികളെ, അതിന്റെ പ്രവർത്തനങ്ങളാൽ സമ്പുഷ്ടരായ, കലാപരമായും സാംസ്കാരികമായും സമ്പുഷ്ടരായ അനുവാചകരെ, നിങ്ങൾക്കെല്ലാവർക്കും ഈ ചിങ്ങപ്പുലി ദിവസത്തിൽ എൻ്റെ അഭിവാദ്യങ്ങൾ. ആർട്ട് ഫോറം കാഞ്ഞങ്ങാട് ഒരു പുതിയ വഴിയിലേക്ക് പ്രവേശിക്കുകയാണ് എന്നെനിക്കറിയാം. അത് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് മാറുന്നു. നമ്മുടെ ഇപ്പോഴത്തെ പുതിയ കോവിഡ് കാലം എല്ലാവരിലും ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ പരിമിതിയാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് പോവുക എന്നുള്ളത്. ഞാൻ പറഞ്ഞതുപോലെ ഈ കോവിഡ് കാലം ലോകമെമ്പാടുമുള്ള മനുഷ്യർക്കിടയിൽ കൂടുതലായി ഒരു പ്രതീതി മാത്ര യാഥാർത്ഥ്യത്തെ, അതായത് ഒരു വിർച്വൽ റിയാലിറ്റിയെ സ്വീകരിക്കാനും അത് നിത്യജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാനും നിർബന്ധിതമാക്കിയിട്ടുണ്ട്. കലയുടെ ലോകത്ത് അത്തരത്തിലുള്ള ഒരു പ്രതീതി മാത്ര യാഥാർത്ഥ്യത്തെ ആശ്രയിച്ചുകൊണ്ടുള്ള നിലനിൽപ്പ് അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് ഒരുപാട് വലിയ കലാകാരന്മാർ, പ്രത്യേകിച്ചും നർത്തകിമാർ, നാടകങ്ങളിൽ നാടക പ്രദർശനം നടത്തുന്നവർ, അതുപോലെയുള്ള ആൾക്കാരെല്ലാം ഇത് ഒരു വലിയ വിഘാതമായി, ഒരു തരം പ്രതിബന്ധമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പോലും പറഞ്ഞിട്ടുണ്ട്.
ഒരർത്ഥത്തിൽ ആ, യൂറോപ്യൻ നവോത്ഥാനത്തിൽ വലിയ പങ്ക് വഹിച്ച പല തലങ്ങളിൽ പ്രഗത്ഭനായിരുന്ന, ഒരേ സമയം എഞ്ചിനീയറും ആശാരിയും കലാകാരനും എഴുത്തുകാരനും ചിന്തകനും ഒക്കെ ആയിരുന്ന യൂറോപ്യൻ നവോത്ഥാനത്തിന്റെ മുന്നണി പടയാളികളിൽ ഒരാൾ, അല്ലെങ്കിൽ ഏറ്റവും പ്രമുഖൻ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ലിയനാർഡോ ഡാവിഞ്ചി ഈ ഒരു യാഥാർത്ഥ്യത്തെപ്പറ്റി, ഈ കല ഇത്തരത്തിലുള്ളൊരു പ്രതീതിമാർത്ത യാഥാർത്ഥ്യത്തിന് ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ കലയ്ക്കുണ്ടാകാവുന്ന പ്രശ്നങ്ങളെ ഒരു പ്രവചനാത്മകമായ രീതിയിൽ പറഞ്ഞു വന്നുവെന്ന ഒരു കാര്യം പറയുകയുണ്ടായി. അദ്ദേഹം കലയുടെ ആത്മാവിനെ പറ്റി പറഞ്ഞത്, കലയുടെ ആത്മാവിന് ശക്തിപ്പെടണമെങ്കിൽ, അല്ലെങ്കിൽ കലയുടെ ആത്മാവ് യാഥാർത്ഥ്യമാവണമെങ്കിൽ അതിന് പ്രവർത്തനത്തിന്റെ, കൈകളുടെ സഹായം വേണമെന്നാണ്. എവിടെ കലയുടെ ആത്മാവിന് അതിനോടൊപ്പം പോകാൻ കൈകളില്ലയോ, ആ കൈകളില്ലാത്ത സമയത്ത് കലയുടെ ആത്മാവ് നിലനിൽക്കുക വലിയ വിഷമമായിരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ നേർക്കുനേർ മനുഷ്യർ സമ്മതിച്ചുകൊണ്ട് കലാപ്രവർത്തനമോ സാംസ്കാരിക പ്രവർത്തനമോ ഒക്കെ നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ലാതിരിക്കുമ്പോൾ എങ്ങനെയാണ് ഈ കലയും അധ്വാനവും, അല്ലെങ്കിൽ അതിൻ്റെ കലയുടെ ആത്മാവും കൈകളും ഒന്നിച്ചു പോവുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത്തരമൊരു ചോദ്യത്തിനുള്ള ഉത്തരത്തിന്റെ ഒരു ചെറിയ ഭാഗമാണ് ഇത്തരത്തിലുള്ള യൂട്യൂബ് സംരംഭങ്ങൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ സംരംഭങ്ങൾ എല്ലാവർക്കും ഏറ്റെടുക്കാൻ പറ്റുന്നതാണോ? എല്ലാ പ്രസ്ഥാനങ്ങൾക്കും ഒരേ രീതിയിൽ ഈ സംരംഭങ്ങൾ ഏറ്റെടുക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള വലിയ ചോദ്യമുണ്ട്. അതിനു മുമ്പിൽ പകച്ചു നിൽക്കുന്ന ഒരുപാട് വലിയ കലാസംഘങ്ങളെ, കലാസംഘടനകളെ എനിക്ക് നേരിട്ട് അറിയുകയും ചെയ്യാം. പക്ഷേ ആർട്ട് ഫോറം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് എന്നാണ് എൻ്റെ അനുഭവം. എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ ആർട്ട് ഫോറവുമായി വളരെ അടുത്ത് പെരുമാറുകയോ അടുത്ത് ഇടപഴകുകയോ ചെയ്ത ഒരാളല്ല. പക്ഷേ ആർട്ട് ഫോറത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, അതിൻ്റെ 15 വർഷത്തെ സംഘടിതമായ നിലനിൽപ്പിനെക്കുറിച്ച്, അത് ആ നിലനിൽപ്പ് ഉറപ്പിക്കാൻ വേണ്ടി അതിന് കടന്നു പോകേണ്ടി വന്ന വഴികളെക്കുറിച്ച്, അതിൻ്റെ യാത്രയെക്കുറിച്ച് ഒക്കെ ആർട്ട് ഫോറത്തിന്റെ ഒരുപാട് സജീവ പ്രവർത്തകരിൽ നിന്നും, അതുപോലെ ആർട്ട് ഫോറത്തിന്റെ പ്രവർത്തനം കൊണ്ട് തങ്ങളുടെ കലാപരമായ, സാഹിത്യപരമായ, നാടകത്തെ സംബന്ധിച്ചുള്ള മറ്റ് ദൃശ്യ ശ്രാവ്യ കലകളെ സംബന്ധിച്ചുള്ള അനുഭവങ്ങളെല്ലാം ഏറെ ശക്തമാക്കി നൽകിയ ഒരു സംഘടന എന്ന നിലയിൽ, ആ സംഘടനയുടെ അനുവാചകരിൽ നിന്നൊക്കെ ഞാൻ ഈ കൂട്ടത്തിന്റെ, ഈ കാഞ്ഞങ്ങാട്ടെ ഈ കൂട്ടത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഈ കോവിഡ് കാലം ലോകമെമ്പാടുമുള്ള മനുഷ്യർക്കിടയിൽ കൂടുതലായി ഒരു പ്രതീതി മാത്ര യാഥാർത്ഥ്യത്തെ, അതായത് ഒരു വിർച്വൽ റിയാലിറ്റിയെ സ്വീകരിക്കാനും അത് നിത്യജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാനും നിർബന്ധിതമാക്കിയിട്ടുണ്ട്. കലയുടെ ലോകത്ത് അത്തരത്തിലുള്ള ഒരു പ്രതീതി മാത്ര യാഥാർത്ഥ്യത്തെ ആശ്രയിച്ചുകൊണ്ടുള്ള നിലനിൽപ്പ് അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് ഒരുപാട് വലിയ കലാകാരന്മാർ, പ്രത്യേകിച്ചും നർത്തകിമാർ, നാടകങ്ങളിൽ നാടക പ്രദർശനം നടത്തുന്നവർ, അതുപോലെയുള്ള ആൾക്കാരെല്ലാം ഇത് ഒരു വലിയ വിഘാതമായി, ഒരുതരം പ്രതിബന്ധമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പോലും പറഞ്ഞിട്ടുണ്ട്. ഒരർത്ഥത്തിൽ യൂറോപ്യൻ നവോത്ഥാനത്തിൽ വലിയ പങ്ക് വഹിച്ച, പല തലങ്ങളിൽ പ്രഗത്ഭനായിരുന്ന, ഒരേ സമയം എഞ്ചിനീയറും ആശാരിയും കലാകാരനും എഴുത്തുകാരനും ചിന്തകനും ഒക്കെ ആയിരുന്ന യൂറോപ്യൻ നവോത്ഥാനത്തിന്റെ മുന്നണി പടയാളികളിൽ ഒരാൾ, അല്ലെങ്കിൽ ഏറ്റവും പ്രമുഖൻ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ലിയനാർഡോ ഡാവിഞ്ചി ഈ ഒരു യാഥാർത്ഥ്യത്തെപ്പറ്റി, ഈ കല ഇത്തരത്തിലുള്ളൊരു പ്രതീതിമാർത്ത യാഥാർത്ഥ്യത്തിന് ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ കലയ്ക്കുണ്ടാകാവുന്ന പ്രശ്നങ്ങളെ ഒരു പ്രവചനാത്മകമായ രീതിയിൽ പറഞ്ഞു വന്നുവെന്ന ഒരു കാര്യം പറയുകയുണ്ടായി. അദ്ദേഹം കലയുടെ ആത്മാവിനെ പറ്റി പറഞ്ഞത്, കലയുടെ ആത്മാവിന് ശക്തിപ്പെടണമെങ്കിൽ, അല്ലെങ്കിൽ കലയുടെ ആത്മാവ് യാഥാർത്ഥ്യമാവണമെങ്കിൽ അതിന് പ്രവർത്തനത്തിന്റെ, കൈകളുടെ സഹായം വേണമെന്നാണ്. എവിടെ കലയുടെ ആത്മാവിന് അതിനോടൊപ്പം പോകാൻ കൈകളില്ലയോ,
ആ കൈകളില്ലാത്ത സമയത്ത് കലയുടെ ആത്മാവ് നിലനിൽക്കുക വലിയ വിഷമമായിരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ നേർക്കുനേർ മനുഷ്യർ സമ്മതിച്ചുകൊണ്ട് കലാപ്രവർത്തനമോ സാംസ്കാരിക പ്രവർത്തനമോ ഒക്കെ നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ലാതിരിക്കുമ്പോൾ എങ്ങനെയാണ് ഈ കലയും അധ്വാനവും അല്ലെങ്കിൽ അതിൻ്റെ കലയുടെ ആത്മാവും കൈകളും ഒന്നിച്ചു പോവുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത്തരമൊരു ചോദ്യത്തിനുള്ള ഉത്തരത്തിന്റെ ഒരു ചെറിയ ഭാഗമാണ് ഇത്തരത്തിലുള്ള യൂട്യൂബ് സംരംഭങ്ങൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ സംരംഭങ്ങൾ എല്ലാവർക്കും ഏറ്റെടുക്കാൻ പറ്റുന്നതാണോ? എല്ലാ പ്രസ്ഥാനങ്ങൾക്കും ഒരേ രീതിയിൽ ഈ സംരംഭങ്ങൾ ഏറ്റെടുക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള വലിയ ചോദ്യമുണ്ട്. അതിനു മുമ്പിൽ പകച്ചു നിൽക്കുന്ന ഒരുപാട് വലിയ കലാസംഘങ്ങളെ കലാസംഘടനകളെ എനിക്ക് നേരിട്ട് അറിയുകയും ചെയ്യാം. പക്ഷേ ആർട്ട് ഫോറം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് എന്നാണ് എൻ്റെ അനുഭവം. എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ആർട്ട് ഫോറവുമായി വളരെ അടുത്ത് പെരുമാറുകയോ അടുത്ത് ഇടപഴകുകയോ ചെയ്ത ഒരാളല്ല. പക്ഷേ ആർട്ട് ഫോറത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, അതിൻ്റെ 15 വർഷത്തെ സംഘടിതമായ നിലനിൽപ്പിനെക്കുറിച്ച്, അത് ആ നിലനിൽപ്പ് ഉറപ്പിക്കാൻ വേണ്ടി അതിന് കടന്നു പോകേണ്ടി വന്ന വഴികളെക്കുറിച്ച്, അതിൻ്റെ യാത്രയെക്കുറിച്ച് ഒക്കെ ആർട്ട് ഫോറത്തിൻ്റെ ഒരുപാട് സജീവ പ്രവർത്തകരിൽ നിന്നും, അതുപോലെ ആർട്ട് ഫോറത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് തങ്ങളുടെ കലാപരമായ സാഹിത്യപരമായ നാടകത്തെ സംബന്ധിച്ചുള്ള മറ്റ് ദൃശ്യ ശ്രാവ്യ കലകളെ സംബന്ധിച്ചുള്ള അനുഭവങ്ങളെല്ലാം ഏറെ ശക്തമാക്കി നൽകിയ ഒരു സംഘടന എന്ന നിലയിൽ ആ സംഘടനയുടെ അനുവാചകരിൽ നിന്നൊക്കെ ഞാൻ ഈ കൂട്ടത്തിന്റെ ഈ കാഞ്ഞങ്ങാട്ടെ ഈ കൂട്ടത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഈ കോവിഡ് കാലം ലോകമെമ്പാടുമുള്ള മനുഷ്യർക്കിടയിൽ കൂടുതലായി ഒരു പ്രതീതി മാത്ര യാഥാർത്ഥ്യത്തെ, അതായത് ഒരു വിർച്വൽ റിയാലിറ്റിയെ സ്വീകരിക്കാനും അത് നിത്യജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാനും നിർബന്ധിതമാക്കിയിട്ടുണ്ട്. കലയുടെ ലോകത്ത് അത്തരത്തിലുള്ള ഒരു പ്രതീതി മാത്ര യാഥാർത്ഥ്യത്തെ ആശ്രയിച്ചുകൊണ്ടുള്ള നിലനിൽപ്പ് അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് ഒരുപാട് വലിയ കലാകാരന്മാർ, പ്രത്യേകിച്ചും നർത്തകിമാർ, നാടകങ്ങളിൽ നാടക പ്രദർശനം നടത്തുന്നവർ, അതുപോലെയുള്ള ആൾക്കാരെല്ലാം ഇത് ഒരു വലിയ വിഘാതമായി, ഒരുതരം പ്രതിബന്ധമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പോലും പറഞ്ഞിട്ടുണ്ട്. ഒരർത്ഥത്തിൽ യൂറോപ്യൻ നവാത്ഥാനത്തിൽ വലിയ പങ്ക് വഹിച്ച, പല തലങ്ങളിൽ പ്രഗത്ഭനായിരുന്ന, ഒരേ സമയം എഞ്ചിനീയറും ആശാരിയും കലാകാരനും എഴുത്തുകാരനും ചിന്തകനും ഒക്കെ ആയിരുന്ന യൂറോപ്യൻ നവോത്ഥാനത്തിന്റെ മുന്നണി പടയാളികളിൽ ഒരാൾ, അല്ലെങ്കിൽ ഏറ്റവും പ്രമുഖൻ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ലിയനാർഡോ ഡാവിഞ്ചി ഈ ഒരു യാഥാർത്ഥ്യത്തെപ്പറ്റി, ഈ കല ഇത്തരത്തിലുള്ളൊരു പ്രതീതിമാർത്ത യാഥാർത്ഥ്യത്തിന് ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ കലയ്ക്കുണ്ടാകാവുന്ന പ്രശ്നങ്ങളെ ഒരു പ്രവചനാത്മകമായ രീതിയിൽ പറഞ്ഞു വന്നുവെന്ന ഒരു കാര്യം പറയുകയുണ്ടായി. അദ്ദേഹം കലയുടെ ആത്മാവിനെ പറ്റി പറഞ്ഞത്, കലയുടെ ആത്മാവിന് ശക്തിപ്പെടണമെങ്കിൽ, അല്ലെങ്കിൽ കലയുടെ ആത്മാവ് യാഥാർത്ഥ്യമാവണമെങ്കിൽ അതിന് പ്രവർത്തനത്തിന്റെ, കൈകളുടെ സഹായം വേണമെന്നാണ്. എവിടെ കലയുടെ ആത്മാവിന് അതിനോടൊപ്പം പോകാൻ കൈകളില്ലയോ, ആ കൈകളില്ലാത്ത സമയത്ത് കലയുടെ ആത്മാവ് നിലനിൽക്കുക വലിയ വിഷമമായിരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ നേർക്കുനേർ മനുഷ്യർ സമ്മതിച്ചുകൊണ്ട് കലാപ്രവർത്തനമോ സാംസ്കാരിക പ്രവർത്തനമോ ഒക്കെ നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ലാതിരിക്കുമ്പോൾ എങ്ങനെയാണ് ഈ കലയും അധ്വാനവും അല്ലെങ്കിൽ അതിൻ്റെ കലയുടെ ആത്മാവും കൈകളും ഒന്നിച്ചു പോവുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത്തരമൊരു ചോദ്യത്തിനുള്ള ഉത്തരത്തിന്റെ ഒരു ചെറിയ ഭാഗമാണ് ഇത്തരത്തിലുള്ള യൂട്യൂബ് സംരംഭങ്ങൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ സംരംഭങ്ങൾ എല്ലാവർക്കും ഏറ്റെടുക്കാൻ പറ്റുന്നതാണോ? എല്ലാ പ്രസ്ഥാനങ്ങൾക്കും ഒരേ രീതിയിൽ ഈ സംരംഭങ്ങൾ ഏറ്റെടുക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള വലിയ ചോദ്യമുണ്ട്. അതിനു മുമ്പിൽ പകച്ചു നിൽക്കുന്ന ഒരുപാട് വലിയ കലാസംഘങ്ങളെ കലാസംഘടനകളെ എനിക്ക് നേരിട്ട് അറിയുകയും ചെയ്യാം.
പക്ഷേ ആർട്ട് ഫോറം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് എന്നാണ് എൻ്റെ അനുഭവം. എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ആർട്ട് ഫോറവുമായി വളരെ അടുത്ത് പെരുമാറുകയോ അടുത്ത് ഇടപഴകുകയോ ചെയ്ത ഒരാളല്ല. പക്ഷേ ആർട്ട് ഫോറത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, അതിൻ്റെ 15 വർഷത്തെ സംഘടിതമായ നിലനിൽപ്പിനെക്കുറിച്ച്, അത് ആ നിലനിൽപ്പ് ഉറപ്പിക്കാൻ വേണ്ടി അതിന് കടന്നു പോകേണ്ടി വന്ന വഴികളെക്കുറിച്ച്, അതിൻ്റെ യാത്രയെക്കുറിച്ച് ഒക്കെ ആർട്ട് ഫോറത്തിൻ്റെ ഒരുപാട് സജീവ പ്രവർത്തകരിൽ നിന്നും, അതുപോലെ ആർട്ട് ഫോറത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് തങ്ങളുടെ കലാപരമായ സാഹിത്യപരമായ നാടകത്തെ സംബന്ധിച്ചുള്ള മറ്റ് ദൃശ്യ ശ്രാവ്യ കലകളെ സംബന്ധിച്ചുള്ള അനുഭവങ്ങളെല്ലാം ഏറെ ശക്തമാക്കി നൽകിയ ഒരു സംഘടന എന്ന നിലയിൽ ആ സംഘടനയുടെ അനുവാചകരിൽ നിന്നൊക്കെ ഞാൻ ഈ കൂട്ടത്തിന്റെ, ഈ കാഞ്ഞങ്ങാട്ടെ ഈ കൂട്ടത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഈ കേൾവികൾ എൻ്റെ അടുത്ത് എത്തിക്കുന്നതിൽ പ്രധാനികൾ, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഞാൻ കാസർഗോഡ് ദേശാഭിമാനി ലേഖകനായി ജോലി ചെയ്യുമ്പോൾ അവിടെ എനിക്ക് ഉണ്ടായ ഒരു സൗഹൃദ കൂട്ടം, അക്കാലത്ത് ഞങ്ങളും ചെറിയ രീതിയിലുള്ള സാംസ്കാരിക പ്രവർത്തനം നടത്തിക്കൊണ്ട് സ്കിന്നേഴ്സ് എന്നൊരു കൂട്ടായ്മ ഉണ്ടാക്കിയിരുന്നു. ആ കൂട്ടായ്മയിലെ അംഗങ്ങൾ അവർ തന്നെയാണ് ഈ ആർട്ട് ഫോറത്തിൻ്റെ ഗതിവിഗതികൾ, അതിൻ്റെ പ്രവർത്തന മുന്നേറ്റത്തെ പറ്റിയൊക്കെ ഇടയ്ക്കിടെ എന്നെ അറിയിച്ചുകൊണ്ടിരുന്നത്. അന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ സ്കിന്നേഴ്സിൽ ഉണ്ടായിരുന്ന നാരായണനെ പരാമർശിച്ചുകൊണ്ടാണ് പലപ്പോഴും ഈ കാര്യങ്ങൾ അവതരിപ്പിക്കപ്പെടാറ്. നാരായണനെ സ്കിന്നേഴ്സ് കാലം മുതൽ, എൻ്റെ കാസർഗോഡ് കാലം മുതൽ ഞാൻ അറിയുന്നത് ഒരു ജലധാര പോലെ, ഒരു ഫൗണ്ടൻ പോലെ ഊർജം പ്രസരിപ്പിക്കാൻ കഴിവുള്ള ഒരാളെന്ന നിലയിലാണ്. അക്ഷരാർത്ഥത്തിൽ ജലധാര പോലെ, ഫൗണ്ടൻ പോലെ അദ്ദേഹത്തിൻ്റെ ഊർജം മറ്റുള്ളവരിലേക്ക് പടർന്നു കയറുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാലത്തിന് ശേഷം കാസർഗോഡ് ഈ പറഞ്ഞ രീതിയിലുള്ള ഞങ്ങളുടെ കൂട്ടായ്മയുടെ പ്രവർത്തനം ശക്തമായി പിന്നീട് പിൽക്കാലത്തേക്ക് ആർട്ട് ഫോറം തുടങ്ങുന്ന 2005 സമയമൊക്കെ ആകുമ്പോഴേക്ക് ഈ സ്കിന്നേഴ്സിന്റെ പ്രവർത്തനത്തിൽ വേണ്ടത്ര ഒരു ഊർജം അല്ലെങ്കിൽ ശക്തി ഉണ്ടായിരുന്നില്ല. അത് സ്കിന്നേഴ്സിന്റെ മാത്രം അനുഭവമായിരുന്നില്ല, ആ കാലം അങ്ങനെയായിരുന്നു, ആ ചരിത്രഘട്ടം അങ്ങനെയായിരുന്നു. 1991 നമുക്ക് ഉണ്ടായ രാഷ്ട്രീയ മാറ്റത്തിന്റെ തുടർച്ചയായി ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം, അത് കേരളത്തിലും അതിന്റെ പ്രതിഫലനങ്ങളുണ്ടായി. വലിയ രീതിയിൽ ടെലിവിഷൻ ചാനലുകൾ കടന്നു വന്നു. ഈ കലാപരമായിട്ടുള്ള പ്രകടനങ്ങൾക്കെല്ലാം കലാസംഘങ്ങൾക്കപ്പുറം നേരിട്ടുള്ള പ്രത്യക്ഷത്തിലുള്ള ഇടപെടലിനപ്പുറത്തേക്ക് ഒക്കെ ഈ ടെലിവിഷനെ ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു പരിവർത്തനം ഉണ്ടായ സമയത്ത് ഈ കലാസംഘങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആർട്ട് സൊസൈറ്റികളിൽ പലതും നിശ്ചേഷ്ടമായി പോകുന്ന ഒരു കാലാവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ചരിത്ര പന്ഥാവിൽ അങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഈ കലാസംഘങ്ങളുടെ, ആർട്ട് ഫോറംസ്, ആർട്ട് സൊസൈറ്റികളുടെ ഒക്കെ പ്രവർത്തനം ക്രമേണയായി കുറഞ്ഞു വരികയും 2000 പുതിയ മിലേനിയത്തിന്റെ തുടക്കത്തോടുകൂടി അത് വളരെ ശോചനീയമായ ഒരു അവസ്ഥയിലേക്ക് മാറുകയും ഒക്കെ ചെയ്തത് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ സമയത്താണ് ആർട്ട് ഫോറം ഇങ്ങനെ ഒരു രൂപപ്പെടുകയും അത് കാഞ്ഞങ്ങാട്ട് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഈ കലയിലും സാഹിത്യത്തിലും മറ്റ് നാടകത്തിലും ഒക്കെ താല്പര്യമുള്ള ആൾക്കാരുടെ ഒരു പൊതുവേദിയായി മാറുകയും അത് ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് അത് മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്തതിന്റെ കഥകൾ ഇങ്ങനെ ഈ പഴയ സ്കിന്നേഴ്സ് കൂട്ടത്തിൽ നിന്ന് കിട്ടുമായിരുന്നു. നാരായണനും ഇടയ്ക്കൊക്കെ അത് എന്നെ അറിയിക്കുമായിരുന്നു. അപ്പോൾ അടിസ്ഥാനപരമായി കണ്ണൂക്കാരനായ ഞാൻ ഈ കാസർഗോഡ് ജോലി ചെയ്ത കുറച്ച് സമയത്തിനുള്ളിൽ ഒരു കാസർഗോഡിന്റെ ദത്തുപുത്രനായി മാറി. അതുപോലെ എന്നോടൊപ്പം ആ സ്കിന്നേഴ്സിന്റെ പരിപാടികളൊക്കെ പങ്കെടുത്തുകൊണ്ട് ആദ്യമായിട്ട് കാസർഗോഡ് വരികയും പിന്നീട് കാസർഗോഡ് ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്ത എന്റെ അടുത്ത സുഹൃത്ത്, എന്റെ ബാല്യകാല സുഹൃത്തായ പ്രദീപനും ഒക്കെ ഇതിന്റെ വിവരങ്ങൾ എന്നെ ഇടയ്ക്കിടെ അറിയിച്ചുകൊണ്ടിരുന്നു. എന്തായാലും ഈ ആർട്ട് ഫോറത്തിന്റെ നിലനിൽപ്പ്, ആർട്ട് ഫോറം നിലനിന്ന രീതി, ആർട്ട് ഫോറം ഈ രീതിയിൽ നൽകിയ സംഭാവനകൾ, അത് പ്രത്യേകിച്ചും നാടകത്തിന്റെ തലത്തിൽ ഇപ്പോൾ സമീപകാലത്ത് ഏറ്റവും ഒടുവിൽ നാരായണൻ ഒക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമ പോലും, ഒരു ഷോർട്ട് ഫിലിം പോലും ഞാൻ കാണുകയുണ്ടായി. അതും ഈ ആർട്ട് ഫോറത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഊർജ്ജം സംഭരിച്ചുകൊണ്ടാണ് അത് ഉണ്ടായിട്ടുള്ളത് എന്ന് എനിക്കറിയാം.
അപ്പോൾ അങ്ങനെ ഈ രീതിയിൽ ഒരു തുടർച്ച, ഒരു ചരിത്ര തുടർച്ച, പ്രത്യേകിച്ചും ഒരു ചരിത്ര സന്ദർഭത്തിൽ വലിയ പ്രതിസന്ധി ആർട്ട് സൊസൈറ്റികളൊക്കെ നേരിടുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു സംഘം, അതിനെ അതിജീവിച്ച, ആ പ്രശ്നങ്ങളെ അതിജീവിച്ച ഒരു സംഘം, ആ സംഘത്തിന് ഈ പുതിയ കാലത്ത് ഇത്തരത്തിലുള്ള ഒരു യൂട്യൂബ് പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു ഓൺലൈൻ പ്രസ്ഥാനം കൊണ്ടു നടക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, വീണ്ടും നമ്മൾ ഡാവിൻസിയിലേക്ക് പോവുകയാണെങ്കിൽ, ഇവിടെ കലയുടെ ആത്മാവിലേക്ക് ഒത്തുചേരാൻ പോകുന്ന, പ്രവർത്തിക്കാനുള്ള ഒരുപാട് കൈകളുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ ആത്മാവ് എത്തുന്നിടത്ത് അധ്വാനത്തിന്റെ അല്ലെങ്കിൽ കൈകൾ എത്തുന്ന ആ പ്രതിഭാസത്തെ പറ്റി ഈ കാസർഗോഡൻ സ്ലാങ്ങിൽ എന്നോട് സംസാരിച്ചിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. പക്ഷേ ഈ 15 വർഷത്തിനുള്ളിൽ പലപ്പോഴായി കേട്ടിട്ടുള്ള ആ ഡയലോഗുകളിലെല്ലാം സ്ഥായിയായി നിൽക്കുന്ന ഒരു പഞ്ച് ഡയലോഗ് ഉണ്ടായിരുന്നു. ആ പഞ്ച് ഡയലോഗ് എന്ന് വെച്ചാൽ ആർട്ട് ഫോറം ഉസാർഡ എന്നുള്ള ഒരു കാസർഗോഡൻ സ്ലാങ്ങിലുള്ള ഒരു വർത്തമാനം ഉണ്ടാകുമായിരുന്നു. അതോടൊപ്പം ഈ കഥനങ്ങളിലെല്ലാം ഉണ്ടായിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം, എങ്ങനെ ആർട്ട് ഫോറം മിലീനിയൽ ആയിട്ടുള്ള ആൾക്കാരെ, അതായത് 2000-ന് അടുപ്പിച്ച് 2000-ന് ശേഷം ഒക്കെ ജനിച്ച്, അതായത് ഒരു 15-നും 25 വയസ്സിനും ഇടയിലുള്ള ആൾക്കാരെ എങ്ങനെ ഈ ഫിസിക്കലായിട്ടുള്ള കലാരൂപങ്ങളിൽ പങ്കാളികളാകാൻ, അതിന് സന്ദേശം മുന്നോട്ട് കൊണ്ടുപോകാൻ, അതിൽ സജീവമായി ഭാഗവാക്കാവാൻ, അതിന്റെ വർക്ക്ഷോപ്പുകളിൽ പങ്കെടുക്കാൻ, വലിയ വലിയ നാടകോത്സവങ്ങളിൽ സംബന്ധിക്കാൻ ഒക്കെ ഈ ചെറുപ്പക്കാരെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു പ്രവർത്തന ശൈലി ആർട്ട് ഫോറത്തിനുണ്ട് എന്നും ഈ എന്റെ സുഹൃത്തുക്കൾ നിരന്തരമായി എന്നെ അറിയിച്ചിരുന്നു. ആർട്ട് ഫോറത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന അറിയിപ്പുകളെല്ലാം അതുതന്നെയാണ് ആവർത്തിച്ചത്. അപ്പോ ആർട്ട് ഫോറത്തിന് ഈ പുതിയ കാലത്ത്, ഈ പ്രതീതി മാത്ര യാഥാർത്ഥ്യത്തിൽ ജീവിക്കുന്ന നമ്മുടെ ഈ കാലത്ത്, ആർട്ട് ഫോറത്തിന് സജീവമായി ഈ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, 2005 എന്ന് പറയുന്ന നമ്മുടെ കലാസമിതികൾ ഒക്കെ ഏതാണ്ട് നിശ്ചേഷ്ടരായി മാറിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ രൂപം കൊള്ളുകയും, അങ്ങനെ പ്രതികൂലമായ ആ സാഹചര്യത്തെ മറികടന്നുകൊണ്ട്, അതിനെ ചെറുത്തുകൊണ്ട്, അതിലേക്ക് പുതിയ തലമുറയെ കൂടി ആകർഷിക്കാൻ പര്യാപ്തമായ രീതിയിൽ ക്രിയാത്മകമായ ഒരു പ്രവർത്തന ശൈലി ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞ ഒരു പ്രസ്ഥാനത്തിന്, ഒരു കൂട്ടായ്മയ്ക്ക്, ഒരു സംഘത്തിന് ഈ പുതിയ കാലത്തെയും ക്രിയാത്മകമായി തന്നെ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ ലോകത്ത് നടക്കുന്ന സാങ്കേതികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ആ സാങ്കേതിക വിദ്യയുടെ തലത്തിലുണ്ടായിട്ടുള്ള വലിയ വിസ്ഫോടനങ്ങൾ, അതിനെ ഡിജിറ്റൽ ഡിസ്റപ്ഷൻ എന്നാണ് ലോകത്തുള്ള പണ്ഡിതന്മാർ വിളിക്കുന്നത്. അതായത് സാങ്കേതിക വിദ്യ നമ്മുടെ ലോകത്തിന്റെ അലകും പിടിയും ഒക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് എങ്ങനെയാണ് ഈ സാങ്കേതിക വിദ്യയെ ക്രിയാത്മകമായി, പുരോഗമനാത്മകമായി ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. ഇതിന് 2012 BBC നടത്തിയ ഒരു പഠനം, ഞാൻ പല വേദികളിലും ഞാനത് ഉദ്ധരിച്ചിട്ടുള്ളൊരു പഠനമാണ്. ആ പഠനത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെ ഈ പുതിയ കാലത്തെ പ്രതീതി മാത്ര യാഥാർത്ഥ്യത്തെ, സാങ്കേതിക വിദ്യയിൽ വളരെയധികം ആശ്രിതമായി കൊണ്ടിരിക്കുന്ന ഒരു കാലാവസ്ഥയെ എങ്ങനെ നമ്മൾക്ക് മനുഷ്യന്റെ പ്രാഥമികമായ, മനുഷ്യന്റെ അടിസ്ഥാനപരമായ കലാചോദനകളെയും അവന്റെ സാംസ്കാരിക വാസനകളെയും ഒക്കെ ശക്തിപ്പെടുത്താനുള്ള ഒരു ഉപകരണമാക്കി മാറ്റാൻ കഴിയും എന്ന ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കൂടി ആർട്ട് ഫോറത്തിന്റെ യൂട്യൂബ് ഇന്റർവെൻഷനിലൂടെ, ആർട്ട് ഫോറം ഭാവിയിൽ ചെയ്യാൻ പോകുന്ന ഓൺലൈൻ ഇന്റർവെൻഷനിലൂടെ ഒക്കെ സാധ്യമാകും എന്നും ഞാൻ വിശ്വസിക്കുന്നു. ഈ പറഞ്ഞ 2012 BBC പഠനത്തിലേക്ക് നമുക്ക് വരാം. അതിന്റെ കുറച്ചു കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അത് നമ്മുടെ പശ്ചാത്തലത്തിലുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ആർട്ട് ഫോറത്തിന്റെ വരുംകാല പ്രവർത്തനങ്ങൾക്ക് അത് ഒരു രൂപരേഖ നൽകാൻ പര്യാപ്തമായ ഒരു പഠനമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ BBC പഠനത്തിന്റെ അടിസ്ഥാനപരമായ പരിഗണനാ വിഷയങ്ങൾ, പാരാമീറ്റേഴ്സ്, അതിന്റെ പ്രാഥമികമായിട്ടുള്ള അടിസ്ഥാനം, ആ പഠനത്തിന്റെ പ്രിമൈസ് എന്ന് പറയാവുന്ന, അതിന്റെ എന്തിനാണോ അടിസ്ഥാനമാക്കിയത്
അത് ലോകത്തെ എല്ലാ ആൾക്കാരും വളരെ പണ്ടേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തെയാണ് അടിസ്ഥാനമാക്കിയത്. അതായത് എല്ലാ പുതിയ സാങ്കേതിക വിദ്യയിൽ, പ്രത്യേകിച്ച് മാധ്യമരംഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാങ്കേതിക വിദ്യയുടെ വികാസം മുഴുവൻ അടിസ്ഥാനപരമായി ചെയ്യാൻ ശ്രമിച്ചത് കൂടുതൽ ആൾക്കാരുമായി സംവദിക്കുക എന്നത് ഉറപ്പുവരുത്താനാണ്. കൂടുതൽ ആൾക്കാരുമായി സംവദിക്കുക, അവരുമായി ഇടപഴകുക. പിന്നീട് അത് സാങ്കേതിക വിദ്യയുടെ വികാസത്തിന്റെ പല ഘട്ടങ്ങളിൽ അത് കൂടുതൽ ആൾക്കാരുമായി ഏകപക്ഷീയമായി സംവദിക്കുക എന്നതിനെ മാറ്റി ഇന്ററാക്റ്റീവായി അങ്ങോട്ടും ഇങ്ങോട്ടും സംവദിക്കുക എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് വന്നു. അപ്പോൾ അതിൽ ഒരു പ്രാഥമികമായ ഒരു കണക്ക് ഈ BBC പഠനത്തിൽ പറഞ്ഞത് വളരെ രസകരമാണ്. അതായത് അത് എത്ര വർഷം എടുത്തിട്ടാണ് എത്ര ആൾക്കാരിലേക്ക് ഒരു സാങ്കേതിക വിദ്യ എത്തിയെന്നുള്ളതാണ് അത് പഠിക്കാൻ ശ്രമിച്ചത്. അപ്പം 38 വർഷം എടുത്തിട്ടാണ് റേഡിയോ 19ാം നൂറ്റാണ്ടിന്റെ അവസാന വർഷങ്ങളിൽ ഏതാണ്ട് അതിന്റെ ഒരു പ്രാഥമിക രൂപം ഉണ്ടാവുകയും പിന്നീട് സാങ്കേതികവിദ്യയുടെ വരും വർഷങ്ങളിലുള്ള വികാസത്തിന്റെ അടിസ്ഥാനത്തിൽ 20ാം നൂറ്റാണ്ടിന്റെ ആദ്യ വർഷങ്ങളിൽ പ്രബലമായി ലോകത്തെല്ലായിടത്തും വ്യാപിക്കുകയും ചെയ്തിട്ടുള്ള സാങ്കേതികവിദ്യയാണ് റേഡിയോ. അത് ഒരു വൺ വേ ട്രാഫിക്കാണ്. അത് നിങ്ങൾക്ക് മൻ കി ബാത്തൊക്കെ നടത്തി വൺ വേ ട്രാഫിക്കായിട്ട് ആൾക്കാരുമായിട്ട് ഇങ്ങോട്ട് പറയുന്നൊന്നും കേൾക്കാൻ പറ്റാതെ വൺ വേ ട്രാഫിക് നടത്താൻ പറ്റുന്ന ഒരു ഉപകരണമാണ്. അപ്പം ആ ഉപകരണം 5 കോടി ജനങ്ങളിലേക്ക് എത്താൻ 38 വർഷം എടുത്തു എന്നാണ് BBCയുടെ ഈ പഠനത്തിൽ പറയുന്നത്. അതേസമയം ടെലിവിഷൻ, അതും ഇന്ററാക്റ്റീവ് അല്ല, പക്ഷെ അതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഒരു സോപ്പ് ഓപ്പറയോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു സംഭവമോ ഒക്കെ നിങ്ങൾ നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ അരികത്ത് നിന്ന് കാണുന്ന ഒരു റിംഗ് സൈഡ് വ്യൂ കിട്ടുന്നു എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ടെലിവിഷൻ. പക്ഷേ ആ ടെലിവിഷൻ 5 കോടി ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടി റേഡിയോ എടുത്തതുപോലെ 3.5 പതിറ്റാണ്ടിൽ കൂടുതൽ സമയം എടുത്തില്ല. അത് 13 വർഷം കൊണ്ട് ഈ 5 കോടി ആൾക്കാരിലേക്ക് എത്തി. ഇന്റർനെറ്റ്, അപ്പോഴേക്ക് നമ്മൾ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് എത്തുന്നു. ഇന്റർനെറ്റ് വെറും 4 വർഷം കൊണ്ട് 5 കോടി ആൾക്കാരിലേക്ക് എത്തി. പിന്നീടാണ് ഈ ഡിജിറ്റൽ ഡിസ്റപ്ഷൻ എന്ന് പറയുന്ന സ്ഫോടനാത്മകമായിട്ടുള്ള മാറ്റം ഉണ്ടാകുന്നത്. അത് ഐപോഡ് എന്ന് പറയുന്ന നമ്മളിപ്പോൾ കാണുന്ന ഐപാഡിന്റെ ഒക്കെ പൂർവ്വരൂപം, പാട്ടൊക്കെ കേൾക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന ആ ഒരു യന്ത്രം, അത് കേവലം 3 വർഷം കൊണ്ട് 5 കോടി ആൾക്കാരിലേക്ക് എത്തി. കഴിഞ്ഞില്ല. ഫേസ്ബുക്ക് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ ഇന്ന് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഫേസ്ബുക്ക് നടത്തിയിട്ടുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ, പ്രത്യേകിച്ച് ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്ത് ഒരു പ്രത്യേക രാഷ്ട്രീയ കക്ഷിയെ ശക്തിപ്പെടുത്തുന്ന രീതിയിൽ, അതിനെ സഹായകമായ രീതിയിൽ ഈ സോഷ്യൽ മീഡിയയിലുള്ള കാര്യങ്ങളെയൊക്കെ മാറ്റിമറിച്ച് നടത്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ ആരോപണം നേരിടുന്ന ഒരു പ്ലാറ്റ്ഫോമായ ഫേസ്ബുക്ക്, അത് കേവലം 9 മാസം കൊണ്ട് 10 കോടി ആൾക്കാരിലേക്ക് എത്തി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മളെല്ലാവരും ആശ്രയിക്കുന്ന പലതരത്തിലുള്ള ആപ്പുകൾ, സൂം എന്നുള്ള ആപ്പ് നമ്മളിപ്പോൾ മിക്കവാറും നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ആപ്പുകളെല്ലാം അത് 10 കോടിയല്ല, 100 കോടി ആൾക്കാരിലേക്ക് എത്താൻ ഈ പറഞ്ഞ 9 മാസം മാത്രമേ എടുത്തുള്ളൂ. ഇപ്പോൾ ഈ 2020 എന്ന് പറയുന്ന ഈ ഡിജിറ്റൽ ഡിസ്റപ്ഷന്റെ കാലത്ത് ഒരുപക്ഷെ ഈ കണക്ക് ഇപ്പൊ നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതലായിരിക്കും. നേരത്തെ ഉണ്ടായിരുന്ന അനുമാനം 2020 എന്ന വർഷത്തിൽ ഏതാണ്ട് 26 ബില്യൺ, അതായത് 260 കോടി ആപ്പുകൾ ലോകത്ത് എമ്പാടുമുള്ള അത്ര തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഈ പലതരത്തിലുള്ള ഗാഡ്ജറ്റ്സുമായി സംവദിക്കാൻ പോകുന്ന ഒരു വർഷമാണ് ഈ 2020 എന്നാണ് 2013-14 സമയത്തുണ്ടായിരുന്ന ഒരു പ്രവചനം. പക്ഷെ ഇപ്പോൾ ഈ കോവിഡിന്റെ കാലത്ത് ഒരുപക്ഷെ ഇത് കൂടിയിരിക്കാനാണ് സാധ്യത. ഈ ആപ്പുകളുടെയും അതുപോലെ തന്നെ ഈ പ്രതീതി മാത്ര യാഥാർത്ഥ്യത്തിലേക്കും ഈ സാങ്കേതിക വിദ്യയിലൊക്കെ നമ്മൾ കൂടുതലായി വീണുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത് കൂടിയിരിക്കാനാണ് സാധ്യത. പക്ഷെ ഇതിന് കൃത്യമായ കണക്കുകൾ ഇപ്പം നമ്മുടെ കയ്യിൽ ഇപ്പോൾ ലഭ്യമല്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ആർട്ട് ഫോറം പോലെയുള്ള ഒരു സംഘടന, അതിന്റെ നിലനിൽപ്പ് ഉറപ്പിച്ചിട്ടുള്ളൊരു സംഘടന, അതിന്റെ ക്രിയാത്മകമായ വഴികളിലൂടെ മുന്നേറാൻ പറ്റുമെന്ന് കാണിച്ചിട്ടുള്ളൊരു സംഘടന, അത് യൂട്യൂബ് ചാനൽ പോലെയുള്ള ഒരു ഇടപെടൽ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ
ഈ ഒരു ചരിത്രത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ, ഈ സാങ്കേതിക വിദ്യയുടെ വികാസത്തിന്റെ പശ്ചാത്തലത്തിലൊക്കെ ഈ ആർട്ട് ഫോറത്തിന്റെ യൂട്യൂബ് ചാനൽ നൽകുന്ന സാധ്യതകൾ വളരെ വലുതാണ് എന്നെനിക്ക് തോന്നുന്നു. പക്ഷേ ആർട്ട് ഫോറത്തിന്റെ അടിസ്ഥാനപരമായ ശക്തികളിൽ ഒന്നിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി ക്ഷണിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഉദ്ഘാടന പ്രഭാഷണം അവസാനിപ്പിക്കാം. അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ കൂടുതൽ ആളുകളുമായി സംവദിക്കാനുള്ള, കൂടുതൽ ആളുകളുമായി ഇടപഴകാനുള്ള, ഇന്ററാക്റ്റീവായി പോലും ഇടപഴകാനുള്ള ഉപകരണങ്ങൾ, സാങ്കേതിക വിദ്യ ഇന്ന് നമ്മുടെ കയ്യിലുണ്ട്. ആയിരങ്ങളിൽ നിന്ന് തുടങ്ങി ലക്ഷങ്ങളിലേക്ക് കടന്ന് കോടികളിലേക്കും ദശകോടികളിലേക്കും ശതകോടികളിലേക്കുമൊക്കെ എത്തുന്ന റീച്ചാണ് ഇപ്പോഴത്തെ കാലത്തുള്ള സാങ്കേതിക വിദ്യക്കുള്ളത്. അപ്പോൾ ഇതൊരു അടിസ്ഥാനപരമായിട്ട് ഇപ്പോൾ സ്വീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ഫാക്റ്റാണ്. പക്ഷേ ഈ വലിയ റീച്ച്, ഈ വലിയ രീതിയിലുള്ള കടന്നു കയറാൻ പറ്റുന്ന, സമ്മതിക്കാൻ പറ്റുന്ന ഈ സാങ്കേതിക വിദ്യയുടെ സ്വായത്തമാക്കൽ, അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നൊരു ചോദ്യം കൂടിയുണ്ട്. ആ ചോദ്യവും എനിക്ക് തോന്നുന്നത് ഈ ചിങ്ങപ്പുലിയിൽ വളരെ പ്രാധാന്യമുള്ളതാണ്. ആർട്ട് ഫോറത്തിന്റെ 15 വർഷത്തെ ചരിത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അത് ഈ രീതിയിലുള്ള സാങ്കേതിക വിദ്യയിലേക്ക് കടന്നിട്ടില്ലെങ്കിലും നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുള്ള പല കലാരൂപങ്ങളും, നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ള പല കലാസംഘടനകളും, നമ്മുടെ നാട്ടിൽ എഴുതപ്പെട്ടിട്ടുള്ള പല നാടകങ്ങളും പല കഥകളുമൊക്കെ വിഭാഗീയത വളർത്താൻ വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളായിട്ടുണ്ട്. അത് കാരണം കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് കാരണം രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സാമൂഹികമായ അസ്ഥിരത ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആർട്ട് ഫോറത്തിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി വന്നിട്ടുള്ള അത്തരത്തിലുള്ള ഒരു വിസ്ഫോടകമായ, വിധ്വംസകമായ കാര്യങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ പ്രാധാന്യമാണ്. അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പുതുതലമുറയെ, ഒരു മിലീനിയൽ ജനറേഷനെ ഈ കലകൾ സ്വീകരിക്കാനും കലകൾ സ്വായത്തമാക്കാനും വേണ്ട കഠിനമായിട്ടുള്ള ചില ചിട്ടവട്ടങ്ങളുടെ അച്ചടക്കത്തിന്റെ, അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ചില പാലിക്കേണ്ട ചില മര്യാദകളുടെ, കണിശമായ ചില വഴികളെപ്പറ്റി, ഇതിനെപ്പറ്റിയെല്ലാം ഈ ഒരു പുതുതലമുറയെ കൂടി ബോധവാന്മാരാക്കുന്ന ഒരു പ്രവർത്തന രീതി, പ്രവർത്തന ശൈലി ആർട്ട് ഫോറമിനുണ്ട് എന്നുള്ളതാണ് ഈ കാലത്ത്, ഈ വലിയ രീതിയിൽ റീച്ച് നടത്താൻ വേണ്ടി നമുക്ക് പറ്റുന്ന ഒരു കാലത്ത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നെനിക്ക് തോന്നുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ആർട്ട് ഫോറത്തിന്റെ ഈ ട്രാക്ക് റെക്കോർഡിൽ നിന്ന് ഈ പുതിയ വഴികളിലേക്കുള്ള യാത്രയെപ്പറ്റി എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ നിങ്ങൾ എല്ലാവരുമായും പങ്കുവെച്ചുകൊണ്ട് ആർട്ട് ഫോറത്തിന്റെ ഈ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആർട്ട് ഫോറത്തിന്, അതിന്റെ പ്രവർത്തകർക്ക് എല്ലാം വലിയ ഭാവുകങ്ങൾ, ജലധാര പോലെ, ഫൗണ്ടൻ പോലെ കൂടുതൽ മെച്ചപ്പെട്ട സന്ദേശങ്ങൾ ലോകത്തിന് പകർന്നു നൽകാൻ, അത് കാഞ്ഞങ്ങാടിന്റെ മണ്ണിൽ നിന്ന് കാസർഗോഡ് ജില്ലയുടെ ഒരു പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട്, ആ സൗഹൃദത്തിന്റെ ആ വലിയ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. സുഹൃത്തുക്കളെ, വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണിന്ന്. കാരണം കഴിഞ്ഞ 14 വർഷങ്ങൾക്ക് ശേഷം ആർട്ട് ഫോറം ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയാണ്. കാഞ്ഞങ്ങാടിൻ്റെ സഹൃദയ മനസ്സിൽ കഴിഞ്ഞ 14 വർഷക്കാലമായി വൈവിധ്യങ്ങളാർന്ന പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നിലനിൽക്കുന്ന ഒരു സംഘടനയാണ് ആർട്ട് ഫോറം കാഞ്ഞങ്ങാട്. ആ സംഘടന ഒരു യൂട്യൂബ് ചാനൽ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എത്തിയത് നമ്മുടെ ഇന്ത്യയിലെ തന്നെ മാധ്യമപ്രതിഭ ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണനാണ്. വെങ്കടേഷ് രാമകൃഷ്ണ പോലുള്ള ഒരു മാധ്യമപ്രതിഭയെ നമുക്ക് ഇത് ഉദ്ഘാടനം ചെയ്യാൻ കിട്ടിയതിൽ ആർട്ട് ഫോറത്തിന് ഏറെ അഭിമാനമുണ്ട്. അദ്ദേഹത്തിന് എൻ്റെ വ്യക്തിപരമായ പേരിലും സംഘടനയുടെ പേരിലും ഞാൻ ആദ്യമായി നന്ദി അറിയിച്ചു. പിന്നെ എന്നെ ഏറെ സന്തോഷിപ്പിക്കുന്ന മറ്റൊരു കാര്യം, വെങ്കടേഷ് രാമകൃഷ്ണൻ എന്ന ആൾ
എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ് എന്നതിലാണ്. 1984 കാസർഗോഡ് എൻ്റെ കോളേജ് വിദ്യാഭ്യാസ സമയത്താണ് വെങ്കടേഷ് രാമകൃഷ്ണനെ ഞാൻ പരിചയപ്പെടുന്നത്. അദ്ദേഹം അന്ന് ദേശാഭിമാനിയുടെ ലേഖകനായി കാസർഗോഡ് വന്ന സമയമായി. എൻ്റെ വളരെ അടുത്ത സുഹൃത്ത് മുഹമ്മദ് കുഞ്ഞിയുടെ വീട്ടിലായിരുന്നു അദ്ദേഹം അന്ന് താമസിച്ചിരുന്നത്. മുഹമ്മദ് കുഞ്ഞിയുടെ വീടായിരുന്നു അന്നത്തെ ഞങ്ങളുടെ ചെറുപ്പക്കാരുടെയൊക്കെ ഒരു സങ്കേതം. അത് ഒരു വലിയ സൗഹൃദമായി ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഒരിക്കൽ കൂടി ഞാൻ വെങ്കടേഷ് രാമകൃഷ്ണന് ആർട്ട് ഫോറത്തിൻ്റെ പേരിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു.